ആൾക്കാർ നന്മ പറയില്ല, എന്നിട്ട് അവൻ്റെ മോശം പറയാനോ ആൾക്കാർ ഇഷ്ടമാണ്. എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അങ്ങനെ പറയും. എന്നിട്ട് ഇത് ചോദിച്ചാൽ പറയാൻ എന്താണെന്നറിയോ? പ്രവാചകൻ പറഞ്ഞിരിക്കണ എന്ത് ഒക്കത്തിനും കൊണ്ട് പ്രവാചകത്തിൻ്റെ ആ പാവത്തിൻ്റെ തലയെ കൊണ്ട് കെട്ടി വെക്കും. പ്രവാചകൻ പറഞ്ഞിരിക്കണ് പുകഴ്ത്തി പറയുന്നവൻ്റെ വായിൽ മണ്ണ് വാരിയിടണം. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ശരിക്കും എന്തിനാണത് പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ഹൃദയം കൊണ്ടൊരു മനുഷ്യൻ്റെ നന്മ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ തലച്ചോറ് കൊണ്ട് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരാളുടെ നിങ്ങളുടെ കാര്യലാഭത്തിനോ അല്ലെങ്കിൽ ആ മനുഷ്യനൊന്ന് സൂചിപ്പിക്കാനോ വേണ്ടിയിട്ട് നിങ്ങൾ പുകഴ്ത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അനാവശ്യമായി പറയുന്നവൻ്റെ വായിൽ എന്ത് ചെയ്യണം? മണ്ണ് വാരിയിടണം എന്ന് പറഞ്ഞു. അതല്ലാതെ ഒരു മനുഷ്യനൊരു നന്മ ചെയ്തു, നിങ്ങൾക്ക് ജെന്യുവനായിട്ട് ഉള്ളെന്ന് തോന്നണം ആ മനുഷ്യൻ ചെയ്തൊരു നല്ല കാര്യമാണ്, ആ ആളെ പോയിട്ട് അഭിനന്ദിക്കണം എന്ന് തോന്നണം, അഭിനന്ദനം ഉണ്ടല്ലോ, അനിവാര്യമാണത്. അത് ഏറ്റവും ഭംഗിയിൽ ചെയ്തിട്ടുള്ള ആളുടെ പേര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെയാണ്. നിങ്ങൾ എത്ര ചരിത്രങ്ങൾ കാണാൻ നിങ്ങൾക്ക്, ഓരോ ചെറിയ കാര്യങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു മനുഷ്യനെ അഭിനന്ദിക്കുന്ന രീതിയെ നിങ്ങൾക്ക് എത്ര ഹദീസുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അഭിനന്ദിക്കോ? ഇല്ല. അങ്ങനെ നല്ലത് പറഞ്ഞോ അവൻ കേടായിപ്പോ, അതൊന്നും പറയണ്ട, പറഞ്ഞോ എനിക്ക് കേടായിപ്പോ. മോശം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് മാറ്റിയിട്ട് നല്ലത് പറഞ്ഞ് ശീലിക്കുക. നല്ലത് പറയണതിന് ഒരിക്കലും എന്ത് ചെയ്യരുത്? തടസ്സം നിൽക്കാതിരിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രീതി, പ്രവാചകന്റെ രീതി നല്ലത് പറയുക എന്നുള്ളതാണ്. നല്ലത് കണ്ടാൽ നല്ലത് പറയുക, ആളെ അഭിനന്ദിക്കുക നല്ലതിൻ്റെ പുറത്ത്. കാരണം ആ ആള് നാളെ അടുത്ത നല്ലത് ചെയ്യാൻ അത് പ്രചോദനമാവും. ഞാൻ അത് പറഞ്ഞിട്ട് ഒരു കുറച്ച് ടോപ്പാവണ്ട, അത് പറഞ്ഞിട്ട് ഓൻ ടോപ്പാവണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ വലിക്കും. പാടില്ല, ചെയ്യാൻ പാടില്ല. നല്ലത് നിങ്ങൾ ഒരാളിൽ കണ്ടു കഴിഞ്ഞാൽ, ഒരാൾ നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ പോയിട്ട് അഭിനന്ദിക്കണം. നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടത് നല്ല രൂപത്തിലാട്ടോ, നിങ്ങൾ ആളുകളോട് പെരുമാറുന്ന രീതി നല്ല രൂപത്തിലാണ് കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം നല്ലതാണ് കേട്ടോ, ഇന്നലെ ചെയ്ത ഇന്ന പ്രവർത്തനം വളരെ നല്ല കാര്യമാണ് കേട്ടോ, അത് നിങ്ങൾ ജെനുവിനായിട്ട് പറയുമ്പം ആ മനുഷ്യൻ ആ നന്മ വീണ്ടും ആവർത്തിക്കാനുള്ള ശ്രമം നടത്തും. പറയാതിരുന്നു കഴിഞ്ഞാൽ മോട്ടിവേഷൻ സംഭവിക്കണില്ല. സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. തിന്മ ഉണ്ടാ എടുത്ത് പറയാൻ എന്തൊരു ആവേശമാണെന്നറിയോ? എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ അങ്ങനെ കടിച്ചു തൂങ്ങാൻ എന്തൊരു ആവേശമാണ് മനുഷ്യന്മാർക്ക്.